ഇതാണ് മെയിൻ. വെള്ളത്തിന്റെ അടിയിൽ. ഇതായിരുന്നു ഞങ്ങളുടെ ഐഡിയ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഐഡിയ. പിന്നെ കണ്ടാ അറിയാൻ കഞ്ചാവാണ്. അവൻ നിന്ന് കരയുവാ. അങ്ങനെയല്ല, ഇത് വാർത്താ ചാനലുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എക്സ്ക്ലൂസീവ് ക്യാമറാമാൻ ഷെഫിനോടൊപ്പം അനന്തു. ഗൈസ്, നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മഴയത്തെ കഴുപ്പുകൾ, അതാണ് വ്ളോഗിന്റെ പേര്. ഇത് എടുക്കോ ഇല്ലേ, ഇതെന്താവണമെന്ന് അറിയത്തില്ല. നമുക്ക് ചുമ്മാ മഴയത്തൊന്ന് ചില്ല് ചെയ്യാൻ പോകാം. പോയിട്ട് വരാം ഗൈസ്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോണേന്നൊന്നും വലിയ പിടുത്തൊന്നുമില്ല. കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങാന്നാണ് വിചാരിച്ചത്. പക്ഷെ ജോലിയുടെ തിരക്ക് കൊണ്ട് നമുക്ക് ഇതിന് പറ്റില്ല. ആണല്ലേ? ഇതാണ് ചെമ്പറക്കി ജംഗ്ഷൻ. കാണാത്തവർ കണ്ടോ? ഞങ്ങൾ തന്നെ ഇവിടെ ജോലിക്കുന്നപ്പോൾ ആദ്യമായിട്ട് കാണും. ഇവിടെ വെക്കാം. നമ്മുടെ കാസർഗോഡ് സൈഡിലോട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അർത്ഥമില്ലാത്ത വീഡിയോ ആണ്. അതുകൊണ്ട് ഇത് ഫുള്ള് കാണണ്ടെന്നല്ല അർത്ഥം, ഫുള്ള് കാണണം. അർത്ഥമില്ലാത്ത വീഡിയോ ഫുള്ള് കാണുമ്പോഴാണ് എന്തെങ്കിലും അർത്ഥമില്ലാത്ത. മായാലോകം തേടും കാണും അടുത്ത ടൗണിലേക്ക് ലെഫ്റ്റ് എടുത്ത് അവിടുത്തെ യൂ ടേൺ എടുത്ത് അതുവഴി നമുക്ക് പോകാറില്ല. വഴി മനസ്സിലായി. എന്റെ പേരിലൊക്കെ എത്ര കഞ്ചാവ് കേസ് കൊണ്ടുവരാ. എന്റെ കൂട്ടുകാരനെ കണ്ണ് കണ്ടിട്ട് പറയാ, നിന്നെ കണ്ടാ അറിയാൻ കഞ്ചാവാണ്. അവൻ നിന്ന് കരയുവാ. അങ്ങനെയല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇവിടുന്ന് ലെഫ്റ്റ് വേണ്ട, ലെഫ്റ്റാണോ നേരെയാണോ? നേരെയാണ്. നേരെ പോയിട്ട് പിന്നെ അങ്ങോട്ടല്ലേ പോകുന്നത്. ജീവൻ പ്രധാനമായതുകൊണ്ട് അത് വീഡിയോ എടുത്തു. തിരിച്ചു അറിയില്ല. തോട് ഫുള്ള് നടന്നിടക്കും. ഇവിടെ നിന്നോ
ഇതോ ആ കാണുന്ന വെട്ടമാണ് വണ്ടർല. ദേ അത് ഇവിടെ ഞങ്ങൾ ഒരു തവണ വന്നിട്ടുണ്ട്, മഴയില്ലാത്തപ്പോൾ. താഴെ പനി തീര. പൂരാ പനി ഹേ ഭായ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ ഇതിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് തപ്പി ഇറങ്ങിയത്. പക്ഷെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടുന്നില്ല. എന്ത് ചെയ്യും? കമാൻഡറ നമ്മൾ നേരെ ആലുവ ചാടിയാണ്. അതായിരിക്കും നല്ലത്. നമ്മൾ ഫൈനലി കാക്കനാട് പോയി കറങ്ങി തിരിഞ്ഞ് ആലുവ എത്തിയിരിക്കും. ചില്ലറയല്ല. നമുക്ക് ഇവിടെ ആലുവയില് മറ്റേ ഇപ്പത്തെ വെള്ളം കയറി നോക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? അവിടെ നിന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ക്യാമറമാൻ ജെഫിനോടൊപ്പം ആനന്ദോ. ഇവിടെ എവിടെയോ കണ്ടാണ്. ഇതാണ് ദിലീപിന്റെ വീട്. ദിലീപിന്റെ വീട്. ദിലീപ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൊയ് വിടണ്ട. അതെ അമ്പലം അപ്പുറ സൈഡിലല്ലേ? അതൊന്നും അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂട്ടി മണിച്ചിത്ര പൂട്ടിട്ട് പൂട്ടി. ഞങ്ങള് 2-3 മാസം അമ്പലം അല്ലേ? അമ്പലം ഫുള്ള് മുങ്ങിപ്പോയി കേട്ടോ. അമ്പലം കണ്ടായിരുന്നോ? അമ്പലം ഫുള്ള് മുങ്ങി. അയ്യോ അയ്യോ, അങ്ങനത്തെ കാര്യം അപ്പുറ സൈഡിൽ പോയി നോക്കാം. ദിലീപൊക്കെ എന്ത് വ്യത്യസ്തമാണ്. ദിലീപ് ഒന്നും സേഫ് ഇല്ല ഗൈസ്, സേഫ് അല്ല. ഓടുവാണത്. സാധനം വെച്ചപ്പോ ലുക്ക് തന്നെ ഞാൻ വാങ്ങി വെച്ചതാ. വേറെ കാര്യം പറഞ്ഞു, ഈ ഒരു സാധനമല്ലേ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങി വെച്ചാണ്. ഇതില് സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് ഉണ്ട്. ഇതല്ല നമ്മള് നല്ല അപ്പുറം അത് കഴിഞ്ഞ് ഒരു പിരിയാറെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ലേ? ഞാൻ കണ്ടായിരുന്നു.
അമ്പലം അവിടെ നിന്ന് നമ്മൾ അമ്പലം കണ്ടു. കുറച്ചുകൂടെ മുമ്പോട്ട് വേണം. നമ്മൾ അവിടെ നിന്ന് അതാ ഇതിന് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നോക്കി. നമ്മൾ അവിടെ ആ സൈഡിലോട്ടല്ലേ നോക്കി നമ്മള് അല്ലേ? നമ്മൾ അവിടുന്ന് ശരി അങ്ങോട്ടാ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാ മീൻ്റെ മണം. മീൻ പിടിച്ചാ പോലും അവർ മീൻ പിടിക്കുക. കഴിഞ്ഞു പോന്നു. വീഡിയോ ഓഫ് ചെയ്യടാ ഒരു സഭാകമ്പം. ആൾക്കാർ ഇങ്ങനെ നോക്കൂലേ? നോക്കട്ടെ. എന്റെ മുഖത്തോട്ട് പിടിക്കണ്ട, അങ്ങോട്ട് പിടിച്ചു. ഇവിടെ ഫുള്ള് വെള്ളമാണ് കാര്യം. നമ്മള് മുമ്പ് അവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ട് വെള്ളത്തിന്റെ അടിയിൽ അപ്പൊ ഈ ശാന്തി എപ്പോ വെള്ളം കയറി ഇറങ്ങി അല്ലെ? പുള്ളി എങ്ങനെ ഇറങ്ങി? ഇറങ്ങി ഓടിക്കാണു. എന്തായിരുന്നു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് വെള്ളം കയറിയ ഒരു സമയത്ത് ആ ഒരു മൊമെന്റിൽ ശാന്തിക്ക് എന്തായിരിക്കും ഉള്ളിൽ തോന്നിയത്? എല്ലാ കൊല്ലവും തോന്നുന്ന പോലെ എല്ലാ കൊല്ലവും തോന്നുന്ന പോലെ തോന്നിക്കാണുമെന്നാണ് പറയും. ഇത്രയും വെള്ളം അപ്പൊ ഇത് ഇവിടുന്ന് അങ്ങോട്ട് വഴിയാ. ഞങ്ങളന്ന് ഇവിടുത്തെ പരിപാടി കണ്ട് ഈ പാട്ടേക്കൂടെ കയറി ഇങ്ങനെ വന്നിട്ടൂടെ കറങ്ങി ഇതിന് ചുറ്റും വന്ന് ഇങ്ങനെയായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ റോഡാ. ഇവിടെ അങ്ങോട്ട് പോയാലോടെ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് വണ്ടി പോവോ? പക്ഷെ ഇതാ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമല്ലേ? അതിനുള്ള സ്ഥലമാണെന്ന് ഉറപ്പുണ്ടോ? നമ്മൾ നടന്നു പോയാൽ പിന്നെ അങ്ങോട്ടല്ലടാ പോയത്. നമ്മള് മണപ്പുറത്ത് പരിപാടി വെക്കുന്ന ഇവിടെ അല്ലേ വെക്കുന്നേ? ഗ്രൗണ്ടിലല്ലേ വെക്കുന്നത്? നമുക്ക് ഓഫ് റോഡിനുള്ള ഒരു കഴപ്പുണ്ടോ എന്നാണ്. ഇവിടെ വെള്ളമാണോ എന്നതാണോ? വെള്ളമാണോ? വണ്ടി അവിടെ നിന്ന് എടുത്തോണ്ട് വരണ്ടേ? വണ്ടി കൊണ്ടുപോയ റിസ്ക് ആണ് ഗൈസ്. കാരണം എവിടെയാണ് വെള്ളം കൂടുതൽ കുറവൊന്നും അറിയത്തില്ല. റിസ്ക് എടുക്കണ്ട. പക്ഷെ അവിടെയൊക്കെ ടോയ്ലറ്റ് എന്താ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പിന്നെ അവിടെയാണ് അവിടെ സ്റ്റേജാണ്. ആ കാണുന്ന സ്റ്റേജാണ് ഗൈസ്. കാണാൻ പറ്റുമോ എന്തോ? ഇത് സ്റ്റേജാണ്. ഇതെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ചിലപ്പം അടിച്ചു നിരത്ത് ആരാന്നറിയത്തില്ല. ഇതായിരുന്നു ഞങ്ങളുടെ ഐഡിയ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഐഡിയ. ഇതായിരുന്നു ഞങ്ങളുടെ കഴുപ്പ്. ഞങ്ങള് ചുമ്മാ ഇങ്ങനെ മഴ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇതില് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് വെച്ചാ ഇല്ല. ഞങ്ങളുടെ ഒരു തരം കഴപ്പുകൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ലേ? ഇത് വാർത്താ ചാനലുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എക്സ്ക്ലൂസീവ്. ക്യാമറാമാൻ ഷെഫിനോടൊപ്പം അനന്തു. സൈൻ ഓഫ്. ഞങ്ങളെ ചായ കുടിക്കാൻ കയറി ഗൈസ്. അപ്പോൾ പെരുമഴ. ഞങ്ങൾ ഈ മഴ പ്രതീക്ഷിച്ചാണ് ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയപ്പോ മഴ. ഇതെങ്ങനെയുണ്ട് ഒരു ഫ്രെയിം? അടിപൊളിയല്ലേ?